ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ആയിട്ട് രേവതി. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റുഡിയോ ഔട്ട്ഫിറ്റ് ചെക്സ് ആയാലോ. ഇതൊരു വർഷം പഴക്കമുള്ള വീഡിയോ ആണ് കേട്ടോ. ആദ്യം ഞാൻ എടുത്ത ഈ ഒരു ലാവൻഡർ കളർ ടോപ്പും പിന്നെ ഈ ഒരു ബാഗി ബ്ലാക്ക് ജീൻസും ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. നല്ലൊരു പാൻറ്റായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ പാൻറ്റ് ഞാൻ എടുത്തായിരുന്നു. പാൻറ്റിന് റേറ്റ് 899 ആയിരുന്നു. സിപ്സൊക്കെ ഉണ്ടായിരുന്നു, സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് ഗുണ്ടൂസ് ആയിരുന്നത് കൊണ്ട് ആ പാൻറ്റ് എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. പിന്നെ എനിക്കത് ഹിപ്പ് അടിച്ചിടേണ്ട ഒരു അവസ്ഥയിലോട്ട് ഞാൻ പിന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ എടുത്തില്ല. 399 ആയിരുന്നു അതിൻ്റെ റേറ്റ്. പിന്നെ ടോപ്പ് ഞാൻ ഉപേക്ഷിച്ചിട്ട് പാൻറ്റ് മാത്രം എടുത്തു. അടുത്ത ഞാനൊരു ഔട്ട്ഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ബ്ലാക്ക് 1 പീസ് ഡ്രസ്സായിരുന്നു. എനിക്ക് ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് പറയണേ. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഷോൾഡർ പോർഷൻ്റെ അവിടുത്തെ ആ ഒരു ഫിറ്റിങ്സ് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനിത് എടുത്തില്ല. പിന്നെ കയ്യിൽ ചിക്കിലിയും കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഈ ഡ്രസ്സിനോടുള്ള മോഹം ഞാൻ അങ്ങ് ഉപേക്ഷിച്ചിട്ട് അവിടെ ഇട്ടിട്ടാണ് വന്നത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന്. വെളിയിലിറങ്ങിയിട്ട് ഞാൻ തിരിഞ്ഞ് ആ ഡ്രസ്സിനെ നോക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ ട്രയൽ ചെയ്തത് ഈ ഒരു മാക്സി ഡ്രസ്സായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു കളർ കോംബോ ആണെങ്കിലും ആ ഒരു ഫ്ലവർ പ്രിൻ്റ് ആണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മെറ്റീരിയലൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലാണ്. ഇട്ടിട്ടുണ്ടെന്നേ അറിയത്തില്ല, അത്രയ്ക്ക് കംഫർട്ടബിളാണ്. ഇപ്പം ചൂടത്താണെങ്കിലും തണുപ്പത്താണെങ്കിലും നമുക്കത് ഇടാം. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിറ്റിങ്സ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സെക്സി ഔട്ട്ഫിറ്റ് കൊള്ളാം, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് ഞാനത് എടുത്തായിരുന്നു കേട്ടോ. 899 ആയിരുന്നു റേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് വരുന്ന ഒരു കോഡ് ഡ്രസ്സായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊക്കെ ഇട്ട് ഞാൻ എവിടെ പോകാനാണ്? ഞാനൊരുമാതിരിയില്ല ബാർബിഡോട് പോലെ എനിക്ക് തോന്നി. കുഞ്ഞു പിള്ളേരുണ്ടല്ലോ, നല്ല ഗുണ്ടൂസ് തക്കുടുമുണ്ടും പിള്ളേർക്ക് ഈ സ്കേർട്ടും ബ്ലൗസും ഇട്ട പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കിടന്ന് തുള്ളുന്ന ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതോ പാട്ട് ഓടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആട്ടമാണ് കാണുന്നത്. പിന്നെ ഇത് ഇട്ടുകൊണ്ട് വെളിയിൽ പോയി ഇളവാൻ എനിക്ക് എന്തോ എന്നാലും പറ്റത്തില്ല. കാരണം ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിക്കത്തില്ല. വാങ്ങിച്ചാലും ഞാൻ ഇടാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇളക്കമാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി തീർന്നു. പിന്നെ വെളിയിലിറങ്ങി ബില്ലിംഗ് സെക്ഷനിൽ നിന്നപ്പോഴത്തേക്കിനും സിവിലിൻ്റെ ഫ്രണ്ടിലുള്ള ക്യൂ പോലത്തെ ക്യൂ ആയിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബില്ലിംഗ് കൗണ്ടറിലോട്ട് എത്തിപ്പെട്ടത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അന്ന് അവിടെ ഓഫർ സെയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. അവൻ വേറൊരുത്തിയുടെ ഡ്രസ്സും പിടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ അവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓട്ടമായിരുന്നു. ഒടുവിൽ അങ്ങനെ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തി, ബില്ലൊക്കെ ചെയ്തു. ഞാൻ ആ രണ്ട് ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറെ ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഓസിന് കിട്ടിയ ആസിഡും പോകുന്ന ടീംസ് ആണല്ലോ നമ്മൾ മലയാളീസ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റർ എന്നുള്ള പേരും പറഞ്ഞിട്ട് അവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള മേക്കപ്പൊക്കെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തന്നെ അങ്ങ് ചെയ്തു. മസ്കാര ഇടുന്നു, ബ്ലഷ് ഇടുന്നു, ഐ ഷാഡോ നോക്കുന്നു, പിന്നെ കൺസീലർ ഇടുന്നു, എന്തൊക്കെയായിരുന്നു വാരിപ്പറക്കി പൂശി. ഞാൻ ജസ്റ്റ് എന്തായിരുന്നു ക്യൂടെക്സ് മാത്രം ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പുറത്ത് വന്നു. ആ ഡ്രസ്സ് ഞാൻ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ കൊള്ളുന്ന പയ്യന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും വാറ്റി തിരിഞ്ഞിട്ട് വെളിയിലോട്ടിറങ്ങി. സോ ഔട്ട്ഫിറ്റ് ചെക്സ് ഒക്കെ എത്രയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.